ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. എൻ്റെ തത്സമയം. അതെ, എറണാകുളം ഞങ്ങൾ വിലയിരുത്തിയപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. നേരത്തെ UDFന് സ്വാധീനമുള്ള മേഖലകളിൽ അതിൽ നല്ല പോളിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് UDFന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം തന്നെ ഉണ്ടാക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ ട്രെൻഡ് തന്നെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ ട്രെൻഡ് തന്നെയാണ് തങ്ങൾ പറഞ്ഞത്. ഇവരൊക്കെ വോട്ട് ചെയ്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട ആ ട്രെൻഡ് അതാണ് തങ്ങൾ പറഞ്ഞത്. ഞാനും അതിന് അടിവരയിടുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ UDFൻ്റെ മേഖലകളിലൊക്കെ നല്ല പോളിങ്. അത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഇടതുപക്ഷ ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിങ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് മലബാറിൽ ഒന്നും കൂടി ഊർജിതമായിരിക്കും. മലബാറിൽ ഈ ഭാഗങ്ങളിൽ വളരെ ഊർജിതം, ഇന്നലത്തേക്കാൾ പ്രകടമാവും ഇവിടെ. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അത് ഞാനതിന് അടിവരയിടുകയാണ്. അത് ഒരു ലക്ഷണമാണ്. അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരു ആവേശം ഇന്ന് പ്രകടമാവും. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ അല്ല, ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് 10 കൊല്ലമായിട്ട് അവരനുഭവിക്കുന്ന വിഷമതകൾ തന്നെയാണ് അവരെ ഏറ്റവും ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു ഈ ഭരണം. അതിൻ്റെ പുറമെയാണ് പിന്നെ ശബരിമലയും കൂടി വന്നത്. മറ്റു കാര്യങ്ങളൊക്കെ വന്നു പോണ ഓരോ കാര്യങ്ങൾ എന്നേ ഉള്ളൂ. പക്ഷേ ഇത് രണ്ടും വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ. ഒന്ന് ഭരണവിരുദ്ധ വികാരം, 2 ശബരിമല. കോർപ്പറേഷനിലൊക്കെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കോർപ്പറേഷനിൽ ചെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒന്നും പിന്നെ UDFന് പ്രതീക്ഷ കുറവില്ല. കോഴിക്കോട് ഉൾപ്പെടെ. ഒന്നും പ്രതിഫലിക്കൂല. ഏറ്റവും അധികം പ്രതിഫലിക്കാൻ പോകുന്ന ജീവിതത്തിലുണ്ടായ വിഷമം 10 കൊല്ലമായിട്ട്, പിന്നെ ഈ ശബരിമല, ഇത് തന്നെയാണ് ഈ തവണ പ്രതിഫലിക്കാൻ പോകുന്നത്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാതെ തന്നെ. തീർച്ചയായിട്ടും കേരളത്തിലെ ഭരണത്തിനെതിരെയുള്ളൊരു വിധേയത്വവും കേരളം മൊത്തം. ഇവിടെ സൂചിപ്പിച്ച കോർപ്പറേഷനുകളൊക്കെ UDF തിരിച്ചു പിടിക്കും. ഇവിടെ മലപ്പുറത്തും മലബാറിലൊക്കെ തന്നെ വലിയ ഐക്യജനാധിപത്യത്തിൻ്റെ ശക്തമായ മുന്നേറ്റം ഉണ്ടാവും. നേതാക്കളോട് പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങളെ കഴിഞ്ഞ 10 കൊല്ലമായി പുറത്തു കൂട്ടിയിരിക്കുകയാണ്. അതിൻ്റെ വികാരം എങ്ങനെ പ്രകടിപ്പിക്കുമെന്ന് അവസരം കാത്തുക്കുകയാണ്. എന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഇവിടെ വരും. ശക്തമായ രീതിയിലുള്ള ഒരു വിജയമായിരിക്കും. പ്രത്യേകിച്ച് വലിയ ശതമാനം പോളിംഗ് ഇവിടെ നടക്കാൻ പോവുകയാണ്. നേരത്തെ തെക്കൻ ഭാഗത്ത് നടന്നു. കോർപ്പറേഷനിലൊക്കെ വലിയ വലിയ പ്രതീക്ഷകളാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ പ്രതീക്ഷകളാണ്. അപ്പോൾ എന്തായാലും ഈ അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.